എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശരീരത്തിലെ ശ്വസന വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനായി സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ് കഫം. എന്നാൽ അമിതമായ കഫം ശ്വാസകോശത്തിലും തൊണ്ടയിലും അടിഞ്ഞുകൂടുന്നത് വലിയ അസ്വസ്ഥതകൾക്ക് കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനം, അണുബാധകൾ, അലർജി, തെറ്റായ ഭക്ഷണ രീതികൾ എന്നിവ കഫക്കെട്ടിന് പ്രധാന കാരണങ്ങളാണ്. നെഞ്ചിൽ കഫം കെട്ടിക്കിടക്കുന്നത് ശ്വാസം മുട്ടൽ, വിട്ടുമാറാത്ത ചുമ, തലവേദന എന്നിവയ്ക്ക് കാരണമാകാം. കഫം പെട്ടെന്ന് പുറത്തുപോകാൻ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. തണുത്ത വെള്ളവും ആഹാരങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി ഇളം ചൂടുള്ള വെള്ളം മാത്രം കുടിക്കുക. ശ്വാസനാളം വികസിക്കാനും കഫം ഇളകാനും ചൂട് നൽകുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ സഹായിക്കും. പുകവലി, പൊടിപടലങ്ങൾ എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും കഫക്കെട്ട് വേഗത്തിൽ മാറാൻ ആവശ്യമാണ്. കഫക്കെട്ട് മാറാനുള്ള ചില ഒറ്റമൂലികളെ പറ്റി നോക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി നീരിൽ തുല്യ അളവിൽ തേൻ ചേർത്ത് ദിവസവും 3 നേരം കഴിക്കുക. ഇത് തൊണ്ടയിലെ അണുബാധ മാറ്റാനും കഫം ഇളകാനും സഹായിക്കും. 1 ഗ്ലാസ് പാലിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിച്ച് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുടിക്കുക. ചൂടുവെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയോ തുളസിയിലയോ ഇട്ട് ദിവസവും 2 നേരം ആവി പിടിക്കുന്നത് ശ്വാസതടസ്സം മാറ്റാൻ നല്ലതാണ്. തുളസിയിലയുടെ നീരെടുത്ത് അതിലൽപ്പം തേൻ ചേർത്ത് കഴിക്കുന്നത് ശ്വാസകോശത്തെ ശുദ്ധീകരിക്കും. കഫക്കെട്ടിന് ഏറ്റവും മികച്ച ഔഷധമാണ് ആടലോടകം. ഇതിന്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിച്ചാൽ നെഞ്ചിലെ കഫം പെട്ടെന്ന് പുറത്തുപോകും. ഇളം ചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് തൊണ്ട കുലുക്കുഴിയുന്നത് തൊണ്ടയിലെ അണുബാധയും കഫവും നീക്കം ചെയ്യാൻ സഹായിക്കും. പനിക്കൂർക്കയുടെ ഇല വാട്ടിപ്പിഴിഞ്ഞ് ആ നീര് കുടിക്കുന്നത് കുട്ടികളിലെയും മുതിർന്നവരിലെയും കഫക്കെട്ട് മാറ്റാൻ വളരെ ഫലപ്രദമാണ്. ചെറിയ ഉള്ളിയുടെ ചതച്ച നീരെടുത്ത് അതിൽ കൽക്കണ്ടം ചേർത്ത് കഴിക്കുന്നത് വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും കുറയ്ക്കും. 1 നുള്ളു കറുവപ്പട്ട പൊടിയും തേനും ചേർത്ത് കഴിക്കുന്നത് കഫത്തെ ഉരുക്കിക്കളയാൻ സഹായിക്കും. അയമോദകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ദഹന പ്രക്രിയ വേഗത്തിലാക്കാനും കഫം കുറയ്ക്കാനും സഹായിക്കും. 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ പകുതി ചെറുനാരങ്ങയുടെ നീരും 1 സ്പൂൺ തേനും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. ഭക്ഷണത്തിൽ വെളുത്തുള്ളി അധികമായി ചേർക്കുന്നത് ശ്വാസകോശത്തിലെ അണുബാധകൾ തടയാൻ സഹായിക്കും.